ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഗെയിമിംഗ് ലൈറ്റ്സ്. ഇന്ന് നമ്മൾ പെസ്സിൻ്റെ അൽഗോരിതത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിലവിൽ ഇപ്പം എല്ലാവരും എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്, നമുക്ക് എപ്പിക് പാക്സ് കിട്ടാറില്ല. അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പേരിൽ നേരിടുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേഷൻ വരുന്നുണ്ട് 26-ലെ. അപ്പം ഇപ്പോൾ നിലവിൽ ഇനിയിപ്പം ഒരു നല്ല പാക്ക് കൂടെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം അടുത്ത ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കോയിൻ ഫുള്ള് ഫിനിഷ് ചെയ്യാനായിട്ട് ഈ ഫുട്ബോൾ ഉറപ്പായിട്ട് ശ്രമിക്കുക. അപ്പം അടുത്തത് നല്ലൊരു പാക്കായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ഫുട്ബോളിൻ്റെ അൽഗോരിതത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ സ്പിൻ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇപ്പോൾ ഒരു 100 കോയിൻ വെച്ച് സ്പിൻ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പം ഈ ഫുട്ബോൾ അങ്ങനെ നമുക്ക് ചാൻസസ് തരുന്നുമില്ല, കോയിൻസിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ട്. ഇപ്പോൾ കോയിൻസിൻ്റെ പരമായിട്ടും ഒരു എപ്പിക് കാർഡ് കിട്ടാനായിട്ടും ഇതുപോലെ നമ്മൾ കൂട്ടി വെച്ച് കറക്കി കഴിഞ്ഞാൽ തന്നെ കിട്ടുന്നവർ തന്നെ അതുപോലും കുറവായിട്ട് വരുവാണ്. അപ്പം ഞാൻ തന്നെ ഇപ്പം 2300 കോയിനോളം കറക്കി ഒരു എപ്പിക്ക് പോലും കിട്ടാതായിട്ടുണ്ട്. നമ്മുടെ പെലയുടെ പാക്കൊക്കെ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് നഷ്ടം ഉണ്ടായിരുന്നു. അപ്പം ഈ അൽഗോരിതം ചേഞ്ച് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക 26-ൽ. കാരണം നമുക്ക് ഗെയിമിനോടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് കുറയുന്നുണ്ട് ഇത് കാരണം തന്നെ. അപ്പോൾ നമുക്ക് കൂടുതൽ എപ്പിക്സ് കിട്ടുമ്പോൾ നമുക്ക് കളിക്കാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു കളിയോടുള്ള ഒരു താല്പര്യം കൂടുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം നിലവിലിപ്പം നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് ഇച്ചിരി മടുപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ മാക്സിമം നമുക്ക് കുറച്ച് പ്രതീക്ഷിക്കാം. 26-ന് അപ്ഡേഷൻ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ എല്ലാവരും ഒരു ഹോപ്പ് വെക്കുക. പിന്നെ നമുക്ക് മാക്സിമം ഇനിയിപ്പം കോയിൻസ് സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അടുത്ത അപ്ഡേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ചാൻസ് ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഒരുപാട് ഈവൻറ്റ്സ് ഉറപ്പായിട്ടും വരും സ്റ്റാർട്ടിങ് അല്ല 26-ൻ്റെ. അപ്പം ഉറപ്പായിട്ടും പുതിയ ഈവൻറ്റ്സ് വരും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് ഇപ്പോൾ നമുക്ക് നിലവിൽ ഈ അക്കൗണ്ട് ഒരുപാട് നാളത്തേക്ക് ഓപ്പൺ ആക്കി കളിക്കുന്നവർക്ക് ആണ് കൂടുതലും ചാൻസസ് കുറവ്. ഇപ്പം നമ്മൾ 1 മാസത്തോളം ഒരു അക്കൗണ്ട് എടുക്കാതെ എന്നിട്ട് കറക്കി കഴിഞ്ഞാലാണ് ചിലപ്പോൾ ഒരു എപ്പിക് കാർഡ് കിട്ടാനുള്ള വളരെ ചാൻസ്. എനിക്കിപ്പം അനുഭവം കൊണ്ട് കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനാണേലും അങ്ങനെയൊക്കെ തന്നെയാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഏറെക്കുറെ അറിയാം ഇതിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണെന്ന്. അപ്പം മാക്സിമം കോയിൻസ് സേവ് ചെയ്തിട്ട് നമുക്ക് അടുത്ത അപ്ഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതാണിപ്പം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പം ഗൈസ് എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്യുക. പിന്നെ നമുക്ക് മെയിനായിട്ട് സിറ്റുവേഷൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ലൂസിങ് സ്ട്രീക്ക് ഒരു ഇതായിട്ട് വരുന്നുണ്ട്. അപ്പം അത് നമുക്ക് അൽഗോരിതത്തിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഒരു സീസൺ ഫോം എന്നൊക്കെ പറയത്തില്ല നമ്മൾ, അതുപോലത്തെ ഒരു രീതിയിലും ഇതിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരുടെയും നമുക്ക് അറിയാമല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.